ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലെ അഞ്ചുരുളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി വെയിലൊക്കെ അറിയപ്പോൾ ഞങ്ങൾ അഞ്ചുരുളി കാണാനായിട്ട് വന്ന ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ അവന് തിരിഞ്ഞു പോകും. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം അഞ്ചുരുളി കണ്ടിട്ട് താഴോട്ട് നോക്കി. അപ്പോൾ ചെറുപ്പത്തിലേക്ക് ഇവിടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാവേ. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിലൊന്നാണ് ഈ അഞ്ചുരുളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കട്ടപ്പനയിൽ നിന്ന് വരുവാണെങ്കിൽ കോട്ടയം റൂട്ടിൽ ഒരു 9 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കക്കാട്ടുകടയിൽ നിന്ന് അഞ്ചുരുളിയിലേക്ക് പോകാൻ എളുപ്പമാണ്. പിന്നെ ഇത് ഇരട്ടയാർ ഡാമിൽ നിന്നും ഇവിടേക്ക് വെള്ളം ഒഴുകുന്ന ഒരു ടണലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നത്. പിന്നെ ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളം അങ്ങ് പറ്റിക്കഴിയുമ്പോൾ 5 ഉരുളി കമത്തി വെച്ച പോലെയാണ് അവിടുത്തെ ഈ വെള്ളം കയറി കിടക്കുന്ന ഇവിടുത്തെ പ്രദേശങ്ങൾ കാണാൻ. അതുകൊണ്ടാണ് ഇവിടെ അഞ്ചുരുളി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ അഞ്ചുരുളി ഫെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ 15 മീറ്റർ നീളത്തിൽ ഉള്ളിലേക്ക് ജാക്ക് ക്യാമറ ഉപയോഗിച്ച് തുരന്ന് 1500 ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് നമ്മുടെ ഈ ടണൽ എന്ന് പറയുന്നത്. ഈ ടണലിൽ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. അവിടുത്തെ ഒരു പുറത്തുള്ളൊരു മൈതാനം പോലത്തേത്. പിന്നെ 3 കിലോമീറ്റർ ഇവിടെ നിന്ന് ഇരട്ടയാറ്റിൽ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്ററും തുരന്ന് കൂട്ടി യോജിപ്പിച്ചതാണ് ഈ തുരങ്കം. ഇവിടെ നിന്ന് നമ്മൾ ഈ തുരങ്കത്തിനകത്തുനിന്ന് അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വെട്ടം പോലെ കാണാൻ നമുക്ക് പറ്റും. അവിടുത്തെ ഡാമിൻ്റെ അവിടുത്തെ ഇതാണ് കാണുന്നത്. ഈ ടണൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ല കേട്ടോ, നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് S&T ലാവലിൻ കമ്പനി കാനഡയാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ പൈലിപ്പിള്ള കോലഞ്ചേരിയാണ്. പിന്നെ ഇരട്ടയാറ്റിൽ നിന്ന് ഡാം നിർമ്മിച്ചിട്ട് കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇടുക്കി പദ്ധതിയുടെ 3ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ടും ജലസംഭരണിയിലേക്ക് ഹൈറേഞ്ചിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ പെയ്യുന്ന വെള്ളം ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ടണൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ടണലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ അപകടം ഇരുട്ടാണ്, വായു കുറവുണ്ട്, കുഴികളുണ്ട്, പിന്നെ പാറ വഴുക്കലാണ്, വവ്വാല, പാമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വെളിച്ചമില്ല. പിന്നെ മുകളിൽ നിന്നും ചിലപ്പോൾ പാറക്കഷ്ണമൊക്കെ അടർന്ന് താഴേക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട്. മൊബൈലിന് റേഞ്ച് ഇല്ല. ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടങ്ങ് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് കയറിപ്പോയി കേട്ടോ. ഒത്തിരിയും പേരങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു മൊബൈലിലെ വെട്ടമൊക്കെ തെളിച്ച്. ഇപ്പോൾ ഈ സമയത്ത് മാത്രമേ നമുക്ക് അതിനകത്തേക്ക് അങ്ങനെ കയറിപ്പോകാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഈ ടണൽ ഇങ്ങോട്ട് നിറഞ്ഞു വെള്ളം ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നമുക്ക് കാണാൻ പറ്റും. അത്രയും മഴക്കാലമായി കഴിയുമ്പോഴത്തേക്ക് നിറഞ്ഞ് ഇങ്ങോട്ട് ഒഴുകുവാണ്. അപ്പോൾ ഞാനവിടെ കയറി കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഒത്തിരിയും പേര് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ ഭയങ്കര ഒരു രസമുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ തെറ്റി വീഴും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് വന്ന സമയത്താണ് നമ്മുടെ റിച്ചുക്കുട്ടൻ അവിടുത്തെ ചെളിവെള്ളത്തിൽ ഇപ്പം ഈ വെള്ളം കിടക്കുന്ന ഭയങ്കര ചെളിയും നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് കിടക്കുന്ന വെള്ളമാണ്. അവിടെ ഒന്ന് വീണ് ഞങ്ങൾ കഴുകി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഞങ്ങൾ പോരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മൾ ഇവിടെയൊക്കെ ഒന്നും പോയിട്ടില്ലാത്തവർ, നമ്മൾ വേറെ ഒത്തിരി ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. അത്രയും പ്രകൃതി മനോഹരമായൊരു കാഴ്ചയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞ് മനസ്സ് കുളിർക്കുന്ന ഒരു ഇതാണ്. ഞങ്ങൾ പോയപ്പോഴെന്ന് പറഞ്ഞാൽ തീരെ വെള്ളമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പോയത്. അപ്പം ഒട്ടും വെള്ളമില്ലായിരുന്നു, മഴയൊന്നും. വെള്ളമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഈ പാറയെല്ലാം ഇഴുകി കിടക്കുന്നത് കൊണ്ട് തന്നെയല്ല ഇവിടെ എല്ലാ വർഷവും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അപകടങ്ങളും മരണങ്ങളും എല്ലാം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പിള്ളേരങ്ങ് കൂട്ടുകൂടി അങ്ങനെ തന്നെയൊന്നും വിടാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളും കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര വെള്ളമുള്ളൂ. വൃഷ്ടി പ്രദേശത്തെല്ലാം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം, തട്ടായിട്ട് 5 ഉരുളി കമഴ്ത്തി വെച്ചേക്കുന്ന പോലെ അക്കരയിലേക്ക് ഇങ്ങനെ സൈഡ് വശമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഈ കുഴികളാണ്. വെള്ളം വരുമ്പോൾ ഇവിടെ എല്ലാം നിറഞ്ഞ് വെള്ളം താഴോട്ട് പതിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് മേളിൽ അപ്പോൾ അവിടെ അടച്ചിടും. മേളിലേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല, ഭയങ്കര അപകടങ്ങൾ ഉള്ളതുകൊണ്ട്. ഞങ്ങൾ വൈകിട്ടൊരു 4 മണി 5 മണി സമയത്താണ് പോയത്. അല്ല ഭയങ്കര വെയിലായതുകൊണ്ട്. ഇതാണ് നമ്മുടെ ഡാം എന്ന് പറയുന്നത്. അടിപൊളി കാഴ്ചയാണ്. ഒത്തിരിയും പേര് അതിനകത്തേക്ക് കയറുന്നും പോകുന്നുമൊക്കെ ഉണ്ട്.
അപ്പം അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് കയറി പോരുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുരുളി. നമ്മൾ പലതവണയും പോയിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. നേരത്തെയൊക്കെ ചെറുപ്പത്തിലും നമ്മുടെ നാടായതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒരു അവധി ചുമ്മാ ഒരു അവധി ദിവസങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകുമെന്നല്ലാതെ നമ്മൾ അങ്ങനെയുള്ള ഒരു പോക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ ഓർത്ത് ഒത്തിരി കാലമായി പോയിട്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് നടന്നു വന്ന വഴിക്ക് നമ്മുടെ ഈ പൂടപ്പഴം എന്ന് പറയുന്നൊരു പഴം ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഒരെണ്ണം പറിച്ച് കഴിച്ച് കാണിച്ചപ്പോൾ എന്നോട് എബിൻ പറയുമായിരുന്നു, അതേ ചത്തുപോകും ഇപ്പം കഴിക്കണ്ടെന്ന്. പക്ഷേ അത് നല്ലൊരു പഴമാണ്. അവിടെ ഇമ്പടി നിൽപ്പുണ്ടായിരുന്നു, നല്ല മധുരം, നല്ല പ്രാഷൻ പൊട്ട് പോലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിതേ അവിടെ നിന്ന് കയറി ഇങ്ങ് പോരുവാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുരുളി എന്ന് പറയുന്ന പ്രകൃതി ഭംഗി. ഇത് കണ്ടോ എന്നാ രസമാണെന്നറിയാം. നമ്മൾ വൈകിട്ടൊക്കെ ഇച്ചിരി വെയിലാണ്. ഞങ്ങൾ 4 മണിയൊക്കെ സമയമായപ്പോഴാണ് കേട്ടോ വന്നേ. ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇവിടെ ഞങ്ങളൊരു 3-4 വർഷം മുമ്പ് വന്ന സമയത്ത് ഇവിടെ ഈ സ്ഥലത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് അവിടെ വന്ന് വെള്ളം മറിയുകയൊക്കെ ചെയ്ത് അപകടമൊക്കെ ഉണ്ടാകുന്നതൊക്കെ കണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ വളരെ സുരക്ഷിതരായിട്ട് വരികയെന്നേ ഉള്ളൂ. നമുക്ക് നോക്കി നല്ല രസമാണ്. നോക്കി ഇതുവരെ കഴിച്ച് ഈ വെയിൽ കാരണം താഴോട്ട് കാണാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനായിട്ട്, ഫാമിലിയൊക്കെ ആയിട്ട്. നല്ല രസമാണ്. റിച്ചോടൊന്ന് കല്ല് പെറുക്കി എനിക്ക് ടയറാണ് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ അഞ്ചുരുളിയുടെ പ്രകൃതി ഭംഗി. നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.